ദ എക്സ്ക്ലൂസീവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോയായ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2ലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നമുക്ക് വാവ് ആയിട്ട് ഈ പരിപാടി തുടങ്ങണമെങ്കിൽ ആര് വരണം? നമ്മുടെ സ്വന്തം പിഷാരടി ചേട്ടൻ. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. Once upon a time. 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 രമേശ് ചേട്ടാ, അപ്പം ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉറപ്പായിട്ടും ഞാൻ നല്ല എനർജിയിലാണ്. എല്ലാവരും എനർജിയിലാണ്. എല്ലാവർക്കും പ്രേക്ഷകർക്കും നമസ്കാരം. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ യാത്ര നമ്മൾ തുടങ്ങി. ദീപാവലി ദിനത്തിൽ മനോഹരമായ ഒരു എപ്പിസോഡ് പൂർത്തിയാക്കി. ഇന്ന് നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ പുതിയ പ്രതിഭകൾ പുതിയ തമാശകളുമായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഒപ്പം നമ്മളോടൊപ്പം ഇന്നത്തെ എപ്പിസോഡിലും പ്രിയപ്പെട്ട സലീമേട്ടൻ നമ്മളോടൊപ്പം കൂടുകയാണ്. സലീമേട്ട നമസ്കാരം. താങ്ക് യു. സലീമേട്ട, നമ്മളപ്പോൾ ഇനി നാവടക്കൂ പണിയെടുക്കൂ എന്നാണ് ഏതോ മഹാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒട്ടും സമയം കളയുന്നില്ല, നേരിട്ട് നമ്മളുടെ പ്രകടനങ്ങളിലേക്ക് ഇറങ്ങും. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്ന് നമ്മളെ ചിരിപ്പിക്കാൻ എത്തുന്നത് ഫിറോസ്ക ഫ്രം കരുനാഗപ്പള്ളി. വെൽക്കം ടു ദ ഷോ. ഒരു തവണയും കൂടെ സ്റ്റെഫി കറങ്ങിയിരുന്നെങ്കിൽ തല കറങ്ങി ഫിറോസ് അവിടെ വീണ് നമ്മൾ വെള്ളം കൊടുത്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റുള്ളായിരുന്നു. അതെ ഞാൻ ഇതിപ്പോ തീരുമെന്ന് വിചാരിച്ചു, ഒരു കറക്കം കൊണ്ടൊക്കെ തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഘോഷയാത്രയിൽ കാവടി എടുക്കാൻ പോലുള്ള ആളാണ് സ്റ്റെഫി. ആ സ്റ്റെഫിയോടാണ് നിങ്ങൾ ഇത് പറയുന്നത്. അത് സത്യമായിട്ടാ, ഞാൻ ശരിക്കും ഇവിടെ ഇരുന്നിട്ട് കാവടി പഠിക്കുന്നുണ്ട്. കാവടി പഠിക്കുന്ന സമയത്ത് ഇത്തിരി കാമഡി പഠിച്ചിരുന്നെങ്കിൽ അതും പഠിച്ചു വരുന്നുണ്ട്. ഫിറോസ് ഭായ് നമസ്കാരം. നമസ്കാരം. ഫിറോസ് സ്റ്റെഫിക്ക് അറിയില്ല, ഫിറോസ് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിട്ടുള്ള ആളല്ല. ഫിറോസ് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഫിറോസ് സ്റ്റാൻഡപ്പും സിറ്റിങ്ങും ലേയിങ്ങും എല്ലാ സ്റ്റാൻഡപ്പ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സിറ്റ് ഡൗൺ എല്ലാം ഉള്ള ഒരു കലാകാരനാണ്. എല്ലാം ഉള്ള ആളാണ്. ഓൾറെഡി കഴിവ് മിമിക്രിയിൽ തെളിയിച്ചിട്ടുള്ള, എഴുത്തിൽ പാട്ടിലൊക്കെ തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് ഫിറോസ് എന്ന് പറയുന്നത്. ഫിറോസ്ക, ആർ യു റെഡി? റെഡി. എനിവേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ഏതൊരു കലാകാരനും എവിടെയെങ്കിലും എത്തിപ്പെടണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിയാണ്. ഒന്നെങ്കിൽ വണ്ടിക്കൂലി വേണം, അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാനുള്ള മനസ്സ് വേണം. ലിഫ്റ്റ് കൊടുക്കുന്നതിന് കൊറോണ പേടിക്കാതെ വണ്ടിക്കകത്ത് കയറ്റാനുള്ള ധൈര്യവും വേണം. പിന്നെ മാസ്ക്, സാനിറ്റൈസർ, അതൊക്കെ നമ്മൾ പറയാനറിയാമല്ലോ. ഞാൻ ഈ ലിഫ്റ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പാലാ ഈരാറ്റുപേട്ട റൂട്ടിലിങ്ങനെ വരിക. അപ്പോൾ ഒരാൾ ലിഫ്റ്റ് ചോദിച്ച് കയറി. ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈരാറ്റുപേട്ടയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അധികം ദൂരമില്ലല്ലോ. ഇല്ല, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. 3 ദിവസം നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നല്ല ദൂരമുണ്ട്. അപ്പോൾ പുള്ളി കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വണ്ടി വഴിയിലായി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളി അകത്തിരുന്ന് തന്നെ നല്ല തള്ളുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തള്ളലുണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പുള്ളി ഡ്രൈവറാണ്, ജീപ്പ് ഡ്രൈവറാണ്, ഹൈ റേഞ്ചിൽ ജീപ്പ് ഡ്രൈവറാണ്. അപ്പോൾ പുള്ളി ഡ്രൈവിങ്ങിലേക്ക് വന്ന കഥ പറയാം. അപ്പോൾ ഈ ഹൈ റേഞ്ചിൽ ജീപ്പ് ആളെയും കയറ്റിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, കറക്റ്റ് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കടന്തൽക്കൂട് നിരങ്ങി വരുന്ന പോലെ നമുക്ക് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ, അതായത് അകത്തും ആളായിരിക്കും, പുറത്തും ആളായിരിക്കും, സൈഡിലും ആളായിരിക്കും, ബോണറ്റ് തുറന്ന് നോക്കിയാൽ അതിനകത്തും ആളായിരിക്കും, അടിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചിലപ്പോൾ 2 പേര് കാണും. അതുപോലെ നിറച്ച ആളെ കയറ്റിക്കൊണ്ടായിരുന്നു. എല്ലാവരും ജീപ്പിനകത്താണെങ്കിലും ഒരാൾ ജീപ്പിൻ്റെ പുറത്തായിരിക്കും, ആ ജീപ്പിൻ്റെ ഡ്രൈവർ. ഈ ഡ്രൈവറുടെ 2 കൈയും കാലും മാത്രമേ വണ്ടിക്കകത്ത് കാണത്തുള്ളൂ, ആൾ പുറത്തായിരിക്കും. അപ്പം ഈ കക്ഷി ജീപ്പ് ഡ്രൈവർ ആകുന്നതിന് മുമ്പായിട്ട് ഈ ജീപ്പിലെ യാത്രക്കാരനായിട്ട് വരികയാണ്. യാത്രക്കാരനായിട്ട് ഈ ഡ്രൈവറുടെ തൊട്ടടുത്ത സീറ്റിലായിരിക്കുന്നത്. അപ്പം ഈ ഡ്രൈവർ ഈ പറഞ്ഞതുപോലെ പുറത്തിരുന്നുകൊണ്ട് അകത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൂരെ ഒരു മരത്തിരുന്നുണ്ട് ഈ ഡ്രൈവറുടെ കൂട്ടുകാരൻ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ഇവിടുന്ന് വിട്ടിട്ട് എന്ന് വിളിക്കുകയും ആൾ പുറത്ത് താഴെ വീണ്. പിന്നെ അങ്ങോട്ട് ജീപ്പ് ഡ്രൈവറില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല, കാര്യം ഇത്രയും ആൾക്കാരുള്ളതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രൈവറുടെ കുറവങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വളവൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്തിരിക്കുന്നവർ തന്നെ ഇങ്ങനെ ആയം എടുത്ത് ഇങ്ങനെ തിരിയുമല്ലോ, ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ താഴെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ വണ്ടിക്കും അറിയാം, റൂട്ട് സ്ഥിരം റൂട്ട് അറിയാം, ചുരം ഇറങ്ങി വരികയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡിൽ ഇരുന്നുകൊണ്ട് നോക്കിയപ്പോൾ, തൊട്ടടുത്തിരുന്നുകൊണ്ട് നോക്കിയപ്പം ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അയ്യോ ഡ്രൈവറുടെ സീറ്റാണല്ലോ എന്ന് പറഞ്ഞ് ചാടി വീണ് ഓടിച്ച് ഈ വണ്ടിയെ രക്ഷിച്ച് താഴെ കൊണ്ടുവന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഡ്രൈവറായ കഥ. അത് പറയുമ്പോൾ ഞങ്ങളടുത്ത് ഒരു കോൺക്രീറ്റ് പണി നടക്കുന്നത്. കോൺക്രീറ്റ് പണി നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാച്ച് പിടുത്തക്കാരന് കുറവ് വന്നു. ക്യാച്ച് പിടുത്തക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാച്ച് എടുത്തിട്ട് മറ്റേ ഇങ്ങനെയാണല്ലോ ചട്ടി എറിഞ്ഞു കൊടുക്കുന്നത്.
ഇങ്ങനെയാണ് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാച്ച് എടുക്കുന്ന ഒരാൾ കുറവ് വന്നപ്പോഴത്തേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നത് നല്ല ആയമെടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആയമെടുത്ത് എറിഞ്ഞ് ഒരു എറിച്ചിരി ആയം കൂടി വിട്ട് കറങ്ങി ഇങ്ങനെ വന്നിട്ട് തിരിച്ചെറിഞ്ഞ ആളിൽ തന്നെ കൊണ്ടിട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. കാമുകന്മാർ നിൽക്കുന്നതിനോട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തന്നെ മോലാളി എന്നിട്ട് പറഞ്ഞ പരിപാടി നിർത്തിക്കോ, ഈ പരിപാടി നടക്കത്തില്ല, മോൾ ഇന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ റിസ്കി ഏരിയയിലൊന്നും എറിയാൻ പറ്റത്തില്ല, ആൾ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ കൊണ്ട് വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമ്മുടെ സത്യമേശയുടെ പണി നടക്കുന്ന സൈറ്റിലോട്ട് ഓടി വാ, എമർജൻസി ആയിട്ട് വരണം കേട്ടോ. ചേട്ടാ എമർജൻസി ചാർജ് ഇല്ലാതിരിക്കുക, കുത്തിയിട്ടിട്ട് വന്നാൽ മതിയോ എന്നൊരു ഏക്കാത്ത കോമഡി ഇവിടെ എത്തി പറഞ്ഞു വന്നപ്പോഴേ. പക്ഷെ കുഴപ്പമില്ല, അത് ഏറ്റുപോയി. നീ അതൊന്ന് ഒരു ഫിറോസ് ഒരു മിനിറ്റ് കൊടുത്തിരുന്നെങ്കിൽ അത് കയറി പോയേനെ. ഏക്കാത്ത കോമഡി എന്ന് പറഞ്ഞപ്പോൾ കൈയുടെ ഇട്ടിയപ്പോൾ പുള്ളിക്ക് അത് പറയണ്ടായിരുന്നു എന്നുള്ള അവസ്ഥ. അതെ ഞാനൊരു സേഫ് സൈഡിന് വെച്ചിരുന്നതാണ്. അങ്ങനെ പുള്ളിക്കാരൻ സാധാരണഗതി എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എത്തണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് വരും, ഓട്ടോറിക്ഷ എന്നുള്ള കാറാക്കും. കാറെന്നുള്ളത് ചിലപ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വരേണ്ട ഏതെങ്കിലും വണ്ടി ബൈക്കിൻ്റെ ഒക്കെ പുറകെ എങ്ങനെയും വരും. പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വിളിച്ചാണ് വന്നത് ഈ സൈറ്റിൽ വന്നത്. ഇത് മാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈറ്റ് വിട്ടുകൊണ്ട് ആംബുലൻസ് പിടിച്ചിട്ട് ഈ പറഞ്ഞ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴത്തേക്ക് ആ ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള ആൾ ഇതിൻ്റെ പുറകെ വന്നു. അവിടെ ഒരു അപ്പൂപ്പനുണ്ട്, ആ അപ്പൂപ്പൻ മരിച്ചു പോയെന്ന് ഉറച്ച് വിചാരിച്ചുകൊണ്ടാണ് ഒരുത്തൻ അവിടെ പോയിട്ട് അവിടെ കിടന്നൊരു കാലം കൂടെ കീറിയിട്ട് ഈ കരിങ്കൊടിയായിട്ട് അവിടെ കുത്തുകയും ചെയ്ത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി വലിയ ഗെയിമിൽ ഞാൻ സമയത്ത് വന്നല്ലോ. എത്ര രൂപയായി? 1500 രൂപ. ഈശ്വര എന്ന് പറഞ്ഞ് കറങ്ങിയൊരു വീഴ്ച. 400 രൂപ ഉള്ള കാലഘട്ടം വന്നു. അവിടുന്ന് അതേ ആംബുലൻസ് പൊക്കിയെടുത്ത് മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് 4500 1500 രൂപ ആംബുലൻസ് പൈസയും കൂടെ 6000 രൂപ കൊടുത്തിട്ടാണ് ആളിനെ പുറത്തേക്ക് ഇറക്കിയത് ശവമായിട്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് വണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സൗണ്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. അതായത് ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ ജംഗ്ഷനിലുള്ള പള്ളിയുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പുണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായിട്ടൊരു കൊല്ലം ഫാസ്റ്റ് വന്ന് ബ്രേക്ക് ചെയ്യട്ടും പണ്ട്. അതിൻ്റെ സൗണ്ട് കറക്റ്റ് ഇവിടുത്തെ പള്ളിയിലെ ബാങ്ക് വിളിയായിട്ട് നമ്മൾ തെറ്റിപ്പോകും. ഇങ്ങനെ അവൻ ചവിട്ടുന്നു. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നോമ്പ് കാലം വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇഫ്താർ പാർട്ടിക്ക് പോകുമല്ലോ. ഇഫ്താർ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നല്ല ആക്രാന്തമുള്ള ഒരു കക്ഷിയുണ്ട്. പുള്ളിക്കാരന് ഈ ഈത്തപ്പഴവും ഇതും പിടിച്ചോണ്ടിരിക്കുക. രാവിലെ മുതൽ വൈകുന്നത് വരെ ഭക്ഷണം, അതായത് വെളുപ്പിനെ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നത് വരെ. അന്നേരം നല്ല ആക്രാന്തമുണ്ട്. പുള്ളിയുടെ നോമ്പ് ദൈവം സ്വീകരിക്കട്ടെ. കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് പുള്ളി നോമ്പ് പിടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളെ നെഞ്ചിടിക്കുന്നത് ആരും മിണ്ടാൻ സമ്മതിക്കത്തില്ല. നമ്മൾ അങ്ങ് വിളിക്കും. കാര്യം ഒരു സെക്കൻഡ് തെറ്റിക്കരുത്. അങ്ങനെ ഇരുന്നിരുന്ന് 6:45 ബാങ്ക് വിളിക്കുന്നത്. 6:35 കൊല്ലം ഫാസ്റ്റ് ജംഗ്ഷനിൽ വന്നിട്ട് ചവച്ചൊരു 5 ചവച്ചപ്പോഴാണ് ഇത് ബ്രേക്ക് ചവിട്ടിയാന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പുള്ളിക്കാരൻ പറയാം 5 ചവയെ ചവച്ചുള്ളൂ, അത് വായി കിടന്നോട്ടെ, ബാങ്ക് വിളിച്ചിട്ട് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അതാണ് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പൊതുവേ പറയാനുള്ളത്. ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന വണ്ടി കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഫിറോസ്ക, അടിപൊളിയായിരുന്നു. ഐ ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. സലീമേട്ട, ഫിറോസിന്റെ എത്രയോ പെർഫോമൻസുകൾ കണ്ട് ആനന്ദ പുളകിത ഗാത്രനായ ഒരു മനുഷ്യനാണ് ഞാൻ. ഫിറോസ് വളരെ മനോഹരമായ വിഷ്വലോടുകൂടി അത് അവതരിപ്പിച്ചു. വളരെ രസകരമായിരുന്നു. രമേശേട്ടാ. ഇല്ല, സലീമേട്ടൻ ഇത്രയും പറയുമ്പോൾ പിന്നെ ഇനി ഞാൻ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഫിറോസൊക്കെ പ്രതിഭയുള്ള ഒരു കലാകാരനാണ്. ഫിറോസ് ഈ പണി ഇങ്ങനെ നിന്ന് പറയുന്നത്, നമ്മളൊക്കെ മിമിക്രിക്ക് പോകുന്നതിനിടയിൽ നമ്മളെ മിമിക്രിയോ ഫിഗറോ കാര്യങ്ങളോ കാണിക്കുന്നതിനപ്പുറം ട്രൂപ്പിൻ്റെ വണ്ടിയിലോ വട്ടം കൂടി ഇരിക്കുമ്പോഴോ മാത്രമേ ഇത്തരം കഥകൾ പലപ്പോഴും പറയാറുള്ളൂ. അത് വെറുതെ അതിനൊരു അവസരം ഉണ്ടായപ്പോൾ ഒരു സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ ഫിറോസിൻ്റെ നല്ല മനസ്സുകൊണ്ടോ ഫിറോസ് ഇവിടെ വരുന്നു എന്നുള്ളതിനപ്പുറം അതിനൊരു പ്രത്യേക വിധി നിർണ്ണയത്തിൻ്റെ ആവശ്യകതയൊന്നും ഇവിടെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പുതിയ ആളുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്ന് പുതുതായിട്ടാണ് വന്നതെന്ന് പറയുന്ന ഒരാൾ പറയുമ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് ഒരു വിധി നിർണ്ണയമല്ല, അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നമ്മളത് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ മറ്റൊന്നും തന്നെ അതിനെക്കുറിച്ച് അത്തരണത്തെ പറയാനില്ല. ഈ ഫിറോസ് തുടങ്ങിയത് ലിഫ്റ്റ് ചോദിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ലിഫ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ലിഫ്റ്റാണ്. വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ജോലി ചെയ്യും. അപ്പോൾ ആ ഒരു 9 മണിക്ക് മുമ്പ് ഒരു 8:45 തൊട്ട് 9 മണി വരെ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് ഒരു 100-300 ബൈക്കിൽ പല ആൾക്കാർ അവിടെയുള്ള ജോലിക്കാർ പോകുമ്പം ഇയാൾ ഏതെങ്കിലും ഒരാളുടെ ബൈക്കിൻ്റെ പുറകെ കയറി പോകും. ഇവർ ബൈക്ക് വിട്ട് തിരിച്ചു വരുമ്പോൾ ആരുടെയും പുറകെ കയറി തിരിച്ചു വരും. അങ്ങനെ 10-15 വർഷം സ്വന്തമായിട്ടൊരു ബൈക്ക് വേണ്ട പുള്ളിക്ക്. സുഖമായിട്ട് അവിടെ നിൽക്കും, ആരെങ്കിലും കൈ കാണിക്കും പോകും. ഒരു തവണ ഇതെൻ്റെ പുറകെ കയറി. അപ്പോൾ എനിക്ക് ഇന്ന് ഇത് നിർത്തണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്.
എൻ്റെ പുറകിൽ കയറിയിട്ട് ഞാനൊരു കത്തിക്കല് കത്തിച്ചിട്ട് ഈ പുള്ളി എൻ്റെ പുറകിലിരുന്നിട്ട് ഞാൻ 2 കിടത്ത് കിടത്തി ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2. അപ്പം എനിക്ക് എൻ്റെ തോളത്ത് പിടിച്ച് ഞെക്കുന്നതിൻ്റെ അളവ് കൊണ്ട് എനിക്കറിയാം പുള്ളി പേടിക്കുന്നതിൻ്റെ അളവേ. ഇവിടെ പിടിച്ചേക്കുമല്ലേ ഇങ്ങനെ ഇടയ്ക്ക് പുള്ളി സൂക്ഷിച്ച് നീ ഇങ്ങനെ ഒരു ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്, അതും എനിക്ക് കേൾക്കാം. അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട് വെള്ളൂര്. അപ്പോൾ ഈ ലെവൽ ക്രോസ് അടച്ചു കഴിഞ്ഞാൽ വലിയ കാറുകളൊക്കെ നിൽക്കും. ചില സാഹസികന്മാർ മാത്രം അപ്പുറത്തൊരു തൊണ്ടുവഴി ഇറക്കിയിട്ട് അതിലേ കയറ്റി തിരിച്ച് ഈ ലെവൽ ക്രോസിൻ്റെ അപ്പുറത്ത് കയറ്റാൻ പറ്റും. അവിടെ പാലമാണ്, ഈ പാലത്തിൻ്റെ അടിവഴി പോകാൻ പറ്റും. ഈ പുള്ളിയെ വെച്ചുകൊണ്ട് ഞാൻ ആ തൊണ്ടുവഴി ഒറ്റ ഇറക്കിറങ്ങിയിട്ട് 2 കിടത്തും കൂടെ കിടത്തിയപ്പോൾ അപ്പുറത്ത് എത്തിയിട്ട് പുള്ളി പറയാ, എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്, എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കാൻ. പിന്നെ ഫിറോസ് ചട്ടി ഇങ്ങനെ പടക്കപ്പടക്കോടൊക്കെ എന്ന് പറഞ്ഞ് കൈമാറുന്ന പരിപാടി പറഞ്ഞല്ലോ വാർക്കകത്ത്. അല്ല, അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ആലോചിച്ചത്. കലാഭവൻ ജോഷി എൻ്റെയൊക്കെ സുഹൃത്താണ്. ജോഷിയുടെ വീട്ടിൽ ചേട്ടൻ്റെ കല്യാണമായിട്ട് കുറച്ച് പണി വന്നു. ബാക്ക് സൈഡൊക്കെ ഒന്ന് തേക്കണം. അപ്പോൾ ഒരു പണിക്കാരനെ പോയി കണ്ടു. അയാൾ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ കൂടെ ഒരു പെണ്ണുണ്ട്, അമ്മുനി എന്താ പേര്. ആ പെൺകുട്ടിക്ക് വന്നം, അല്ലെങ്കിൽ ഈ സിമെന്റ് കൂട്ടി കൊടുത്താൽ ശരിയാവൂല. അപ്പോൾ അവർ അതല്ല, ഞങ്ങൾ 4 ആമക്കളുണ്ട്, ഞങ്ങൾ ഒന്ന് ശരിക്കും കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങൾ ശരിയാവില്ല, വെറുതെ പണി വെറുതെ മെനക്കെടുത്താണ്ട് നിങ്ങൾ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. ഇവരൊന്നില്ല കേട്ടോ, ഞങ്ങൾ തന്നെ ഇത് സിമെന്റ് കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരിൽ നിന്ന് കൂട്ടിയിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഇയാൾ വന്നില്ല. കാരണം ഇയാൾക്കൊന്നും ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല. ചട്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പറഞ്ഞേ നിങ്ങളൊന്നും കൂട്ടി ആ സ്പീഡ് കിട്ടത്തില്ല ചട്ടി കിട്ടാനായിട്ട്. എനിക്ക് ഞാൻ തേച്ച് തീരുമ്പോഴത്തേക്ക് ചട്ടി നിറയണം എന്ന് പറഞ്ഞിട്ട് വെട്ടിയും പോകുകയും പോലെ. ഫിറോസ്ക, അപ്പൊ ഇനിയും വരണം. സമയമുണ്ടെങ്കിൽ ഈ ഫിറോസ് ഇടയ്ക്ക് എൻ്റെ ഒരു പാട്ട് റിലീസാകുന്നുണ്ട്, നിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് അയച്ചു തരും. ഫിറോസിന്റെ പാട്ടുകൾ ഒരുപാട് പ്രത്യേകതയുള്ള പാട്ടുകളാണ്. ഏതെങ്കിലും ഒരു പാട്ടിന്റെ 4 വരി പാടി തന്നാൽ ഗംഭീരായിരിക്കും ഫിറോസ്. പ്രേമ കവിയുടെ ഭാവനയോ, രാസനടന വിലാസിതയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ, രാസനടന വിലാസിതയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ, നിന്റെ ചിരിയും എന്റെ മനവും ചേർന്നലിഞ്ഞൊരു രാത്രിയിൽ, എന്റെ മിഴിയും നിന്റെ മിഴിയും ഓർത്തിണങ്ങിയ മാത്രയിൽ വന്ന മോഹന സ്വപ്നമതോ, എന്റെ ചഞ്ചല ഭാവനയോ, മന്ദഹാസമുരാമുഖമോ, നിന്നിലെ മനസമ്മതമോ, വന്ന മുഖരിത താരകയോ, താരസദസ്സിലെ നർത്തകിയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ, രാസനടന വിലാസിതയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ. രചന, സംഗീതം, സംവിധാനം എല്ലാം ഫിറോസ് അല്ലേ? വരികൾ എല്ലാം ഗംഭീരമായി കലകി. താങ്ക് യു. എന്താണത്? മേത്തെന്താ ഇത് പുതച്ചിട്ടേക്കുന്നത്? പനി വല്ല പിടിച്ചോ? ഇല്ല, പിന്നെ ഇതെന്റെ ഒരു വർഷങ്ങൾ കാത്തിരുന്നൊരു സംഭവമാണ്. എന്റെ കവിതക്ക് ഇന്ന് എനിക്കൊരു ആദരവ് കിട്ടി. വയലാർ സാറാ എനിക്ക് തന്നത്. എന്ത് തോന്നിയാസോടോ? വയലാറൊക്കെ വെച്ചിട്ട് എത്ര കാലമായി? അല്ല, ഇത് വയലാറുള്ള ഒരു സാറാന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡന്റ് എനിക്ക് തന്നത്. സാറ സ്ത്രീയാണ്. അവര് തന്നതാണ്. സിനിമക്ക് വിളിച്ചിട്ടുണ്ട് തന്നെ. പാട്ട് എഴുതാനാണോ അതോ? അല്ല, സിനിമ കാണാൻ വേണ്ടിട്ട് പുള്ളിക്കാരത്തിലൂടെ വയലാർ സാറയുടെ കൂട്ടത്തിൽ. ശരിക്കും ഇതിന് കാരണം പിഷാരടിയാണ്, ഒരാളാണ്. അതൊന്നുമില്ല കേട്ടാ, അതിപ്പം ഓരോരുത്തര് അവരവരുടെ ഭാഗ്യം കൊണ്ട് കയറി പോകുന്നുള്ളതേ ഉള്ളൂ. പ്രചോദനം അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. എങ്ങനെയാണ് പ്രചോദനം ആയത്? ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സാകെ വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് പിഷാരടി ഒരു ചാനലിലൊരു കഥ പറയണ്ടായിരുന്നിരുന്നിട്ട്.
അത് ഞാൻ ഈ ഫ്ലോറിൽ പലതവണയും വന്ന് കേട്ട കഥ കാരണം ഞാൻ ചാനലൊന്ന് മാറ്റി അടുത്ത ചാനൽ വെച്ചു. അപ്പൊ ആ ചാനലിലും പിഷാരടി ഇരുന്ന് കഥ പറയുന്നു. വീണ്ടും ഞാൻ ചാനൽ മാറ്റി. അപ്പൊ അവിടെ പിഷാരടി ഇരുന്ന് കഥ പറയുന്നു. ആ ചാനൽ ഞാൻ മാറ്റി. ആ ചാനൽ മാറ്റിയത് അല്ല, മറ്റേ ചാനലിലെ കഥ പറഞ്ഞല്ല, ഇതിൽ ചാനലും മാറിയുള്ളൂ, ഷർട്ടും മാറിയുള്ളൂ, കഥ ഒന്ന് തന്നെ ഇരുന്ന് രണ്ടില്. പിന്നെ ഞാനിതുകൊണ്ട് ചാനൽ മാറ്റി കഴിഞ്ഞപ്പോൾ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന സമയം ന്യൂനമർദ്ദം എന്ന് പറഞ്ഞൊരു വാർത്ത. ഇത് കേട്ടോട് എനിക്ക് മനസ്സങ്ങോട്ട് വിഷമം. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ തിരിച്ച് ചാനൽ മാറ്റിയാൽ ഇപ്പുറത്തെ ചാനലിൽ എൻ്റെ പരിപാടികൾ നടക്കുമല്ലേ? അയ്യോ, അതിലും ഭേദം ന്യൂനമർദ്ദം തന്നെയല്ലേ. അപ്പൊ എന്തായാലും ന്യൂനമർദ്ദത്തെക്കുറിച്ച് ഞാനൊരു 2-3 വരി റെഡിയാക്കിയിട്ടുണ്ട്. കവിത ഒന്ന് പാടിക്കോട്ടെ? തീർച്ചയായിട്ടും കേശവമാമ. ന്യൂനമർദ്ദമേ ന്യൂനമർദ്ദമേ കടലിൽ നീ രൂപം കൊണ്ടതെന്തിനാണ് ഹേ? ന്യൂനമർദ്ദമേ ന്യൂനമർദ്ദമേ കടലിൽ നീ രൂപം കൊണ്ടതെന്തിനാണ് ഹേ? ഇങ്ങോട്ടു വരണ്ടാട്ട വേണ്ടാട്ട വരണ്ടാട്ട ചിക്ക ചക്കട 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 തകിട തകിട തകിട. ഇങ്ങോട്ടു വരണ്ടാട്ട വേണ്ടാട്ട വരണ്ടാട്ട ചിക്ക ചക്കട ചക്കട തകിട 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 തകിട. ന്യൂനമർദ്ദമേ ന്യൂനമർദ്ദമേ കടലിൽ നീ രൂപം കൊണ്ടതെന്തിനാണ് ഹേ? ന്യൂനമർദ്ദമേ ന്യൂനമർദ്ദമേ കടലിൽ നീ രൂപം കൊണ്ടതെന്തിനാണ് ഹേ? ഇതിന് അവാർഡ് കൊടുക്കണം. ഇതിന് അവാർഡ് കൊടുക്കണം. അല്ല, പക്ഷെ ഇത് കവിതയല്ല, ഇതിനൊരു റാപ്പിന്റെ സ്വഭാവമുണ്ട്. അല്ല, ഇതല്ല ശരിക്കും കവിത. ഇത് തുടക്കം വന്നിട്ട് നിങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് അടുത്ത കവിതയിലേക്ക് കൊണ്ടുവരാം. കവിത ഇത് സ്ലോ ആയിരിക്കുമല്ലോ. ഞാൻ കുഞ്ഞിലെ തന്നെ, ഞാൻ ജനിച്ചപ്പോ തന്നെ അത്യാവശ്യം കവിതകളൊക്കെ പാടുമായിരുന്നു. ജനിച്ചപ്പോ തന്നെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ തന്നെ ആ സമയത്ത് എങ്ങനെയാ കുഞ്ഞു പിള്ളേരൊക്കെ കരയണ എങ്ങനെയാണ്? അങ്ങനെ കരയുന്നത് എങ്ങനെയാ? ഞാൻ കരഞ്ഞത് എങ്ങനെയായിരുന്നു? അയ്യോ സോറി സോറി, ഇത് സാർ എഴുതിയതല്ലേ? എഴുതിയതല്ല, സംഗീതം കൊടുത്തു. സംഗീതം ചെയ്തത് പെട്ടെന്ന് ഇതായിട്ട് വന്നുപോയി. നീയൻ സർഗ സൗന്ദര്യമേ അതിലോട്ട് കേറിപ്പോയി. അത് കള, മനസ്സിൽ നിന്ന് നീയൻ സർഗ കള കളഞ്ഞു. ഇങ്ങനെയാണ് പിള്ളേർ കരയാറ്. അങ്ങനെ പിള്ളേർ. അപ്പോൾ ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ട് മലയാള അക്ഷരങ്ങളിലൂടെയാണ് ഞാൻ പോയത്. ശരിക്കും അന്നോട്ട് പഠിപ്പിക്കണേക്ക് മുന്നേ അക്ഷരങ്ങൾ പാടി തുടങ്ങിയാൽ തരും. അക്ഷരമാല പറഞ്ഞാണ് പാട്ട് പഠിക്കും. അതിൽ തന്നെ ഒരു സംഗീതത്തിന്റെ ഇത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1 തൊട്ട് 3-ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചർമാർ 3-ാം ക്ലാസ് വരെ പഠിപ്പിച്ചുള്ളൂ. ഇല്ല, പിന്നെ ഞാൻ പഠിക്കാൻ പോയില്ല. നിർത്തി. അപ്പൊ ആ കാലഘട്ടം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാലഘട്ടത്തെ കുറിച്ച് ഒരു മാഷും കുട്ടിയും തമ്മിലുള്ള ചൂരൽ കഷായം എന്നുള്ളൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തിനു സാറേ എന്നടുത്തെത്തി നീ എന്റെ കൈവെള്ളയിൽ ആഞ്ഞടിച്ചു? എന്തിനു സാറേ എന്നടുത്തെത്തി നീ എന്റെ കൈവെള്ളയിൽ ആഞ്ഞടിച്ചു? നെറ്റിയിൽ ഭസ്മക്കുറിയിട്ട പോലെ എൻ കൈവെള്ളയിൽ 3 വര തെളിഞ്ഞു. നെറ്റിയിൽ ഭസ്മക്കുറിയിട്ട പോലെ എൻ കൈവെള്ളയിൽ 3 വര തെളിഞ്ഞു. എന്നിട്ടും നിർത്താതെ സാറിന്റെ ചൂരലൻ തുടകളിൽ പടപടാ നാഞ്ഞടിച്ചു. വേദന കൊണ്ടു പുളയുന്ന നേരത്ത് ഇമ്പോസിഷൻ സാറ് വേറെ തന്നു. ആ വേദനയും ഞാൻ സ്വീകരിച്ചു. തല്ലുകൊള്ളാത്തവൻ പുഞ്ചിരിച്ചു. ആ വേദനയും ഞാൻ സ്വീകരിച്ചു. തല്ലുകൊള്ളാത്തവൻ പുഞ്ചിരിച്ചു. സാറേ സാറേ പെങ്കിളി കാത്തിരുന്നു. ഇടയ്ക്ക് മറ്റേ അപ്പോ കവിത ഗംഭീരായി. ഈ കവിതയെ കുറിച്ച് എനിക്കൊരു 2 വരി പറയാനുണ്ട്. അയ്യോ, വിട്ടേക്ക് സാറേ, പൊക്കോട്ടെ സാറേ, കൊല്ലല്ലേ സാറേ. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്ന് നമ്മളെ ചിരിപ്പിക്കാൻ എത്തുന്ന പാർട്ടിസിപ്പന്റ് ബിജു ഫ്രം പൊഴിയൂർ. ലെറ്റ്സ് വെൽക്കം ബിജു ചേട്ടൻ.
എന്നാ ഉണ്ട് വിശേഷം? സുഖം, നല്ല സുഖം. വിശേഷം. ഇപ്പൊ ഇങ്ങനെ കറക്റ്റ് റെഡിയായി ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇരിക്കുവാന്ന് വലിയ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അഭിനയിക്കുന്നതാണ് അതെ എനിക്ക് തോന്നിയത്. ഒരു ടെൻഷനും വേണ്ട. കൂൾ. ഫൺസ് അപ്പോൺ എ ടൈം വേഷൻ 2ന്റെ വേദിയിൽ വന്നു കഴിഞ്ഞാൽ നോ ടെൻഷൻ. ആരാന്നറിയാമോ? ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് വന്നിട്ട് ചേട്ടാ ഓക്കെ അല്ലേ എന്ന് 237 പ്രാവശ്യം ചോദിച്ച ആളാണ് ഇപ്പൊ പറയുന്നത് നോ ടെൻഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് സ്റ്റെഫി. ഇപ്പൊ അതെ നിങ്ങളുടെ പെട്ടെന്ന് ഒരു ഋതിക് റോഷനും അമീഷ പട്ടേലിനെയും പോലെ എനിക്ക് തോന്നി നിങ്ങളുടെ ആ സ്റ്റെപ്പ് കണ്ടപ്പോൾ ഒരു സെക്കൻഡത്തേക്ക്. താങ്ക് യു ചേട്ടാ. ആ കാലക്കി. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ബിജു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ബേസിക്കലി ഞാനൊരു മിമിക്രിക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് മിമിക്രിയിലുണ്ടായ ചില രസകരമായ സംഭവങ്ങളും അനുഭവങ്ങളുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ കാര്യം സിമ്പിളായി. എൻ്റെ കോമഡി ചീഞ്ഞു പോയാലും ഇവരുടെ കയ്യിലൊക്കെ ധാരാളം ഈ മിമിക്രിയിലെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ച് ഈ എപ്പിസോഡൊക്കെ പൊളിക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക്. അപ്പം ഞാൻ ഈ മിമിക്രിയൊക്കെ തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം ഭാഗത്ത് നമ്മൾ ഈ മിമിക്രിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയ ട്രൂപ്പിൽ നമ്മൾ പല സ്ഥലത്തു നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് നമ്മളിങ്ങനെ മിമിക്രി തട്ടിക്കൂട്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു അനൗൺസറുണ്ട്, ഹാപ്പി സജി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ അനൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല അനൗൺസ്മെൻ്റ് ആണ്. പുള്ളി ഇങ്ങനെ മൈക്കത്ത് ഹലോ ഹലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരുടെ നെഞ്ചിലേക്ക് അത് പോകുന്നത്. നല്ല പഞ്ചുള്ള വോയിസാണ്. പക്ഷേ ഈ ഹാപ്പിക്കൊരു കുഴപ്പമുണ്ട്. ഈ ഹാപ്പി ഈ ഒരു ഡയലോഗ് മൊത്തം കാണാതെ പഠിച്ചു വെച്ചേക്കും. ഇത് മാത്രമേ ഇവനെ കൊണ്ട് പറയാൻ പറ്റൂ. അത് വിട്ടൊരു സാധനം പറയുകയാണെങ്കിൽ അളിയൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാണ് അവസ്ഥ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ ചെന്നു. ആ അമ്പലത്തിലെ നോട്ടീസ് എടുത്ത് കൈ വെച്ചിട്ട് അവൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും: പരമപവിത്രവും പരിപാവനവും സർവോപരി ഈ നാടിൻ്റെ ചൈതന്യവുമായി നിലകൊള്ളുന്ന ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ഉത്സവത്തോടനുബന്ധിച്ച് എന്ന് പറഞ്ഞൊക്കെ പോകും. പക്ഷേ അതേസമയം ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് പറയാണ്, പിന്നെ ഈ നാടിൻ്റെ ചരിത്രം അറിയാവോ? ഈ നാടെന്നൊക്കെ പറഞ്ഞ് പണ്ട് മാർത്താണ്ഡവർമ്മ വന്നിട്ട് ഈ അമ്പലത്തിലൊരു മണി കെട്ടിയിട്ടുണ്ട്. ആ മണി അടിച്ചതിന് ശേഷമാണ് ഈ നാടിന് ഇത്ര ഐശ്വര്യം ഉണ്ടായത്. ഈ കഥ നിങ്ങൾ അനൗൺസ്മെൻറ്റിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞ അളിയൻ വലിച്ചു. അളിയനെ കൊണ്ടത് ജന്മത്ത് പറ്റൂല. അളിയൻ ഇതേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പം ഇതുപോലെയാണ് പുള്ളി ഈ സ്റ്റാർസ് ഒക്കെ പറയുന്ന സമയത്ത് അനൗൺസ്മെന്റ്. കൊച്ചിൻ കലാഭവൻ എന്ന കലാക്ഷേത്രത്തിൽ നിന്നും ഒരൊറ്റ ചിരി കൊണ്ട് മലയാള സിനിമയിലേക്ക് എത്തി മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന് ശ്രീ കലാഭവൻ മണി. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇയാളുടെ കയ്യിൽ നിൽക്കില്ല. ഇതുപോലത്തെ അനർഗതർഗളമായ വാക്കുകളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുള്ളൂ: ഒരു വ്യാഴവട്ടക്കാലം. അതൊരു എളുപ്പ പരിപാടിയാണ്. ഒരു വ്യാഴവട്ടക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ശ്രീ കുതിരവട്ടം പപ്പു. അല്ലാതെ ഈ വ്യാഴൻ എന്താണെന്നോ അതിലുള്ള വട്ടം എന്താണെന്നോ പുള്ളിക്ക് ഒരു രക്ഷയില്ല. പുള്ളിക്കത് അറിയത്തില്ല. അതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ട്രൂപ്പിലൊരു ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാം പോകുമ്പോൾ നമ്മൾ ഗസ്റ്റ് കൊണ്ടുപോകാറുണ്ട്. അവിടെ ഇന്ന സ്ഥലത്ത് പരിപാടി, കഴിഞ്ഞ വർഷം മറ്റേ വിരോധത്ത് കളിച്ചതാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ കളിക്കണം, നമുക്കൊരു ഗസ്റ്റ് ഇറക്കണം എന്ന് പറയുന്നത് നമ്മളൊരു ഗസ്റ്റിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ പ്രാവശ്യം നമുക്ക് ബിജു വർഗീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറൊക്കെ ചെയ്യുന്ന ഫിഗർ ആർട്ടിസ്റ്റാണ് വന്നത്. അപ്പോൾ ഇവൻ ചെയ്യുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ബിജു മേനോൻ, പിന്നെ നമ്മുടെ ഈ മൻമോഹൻ സിംഗ്, ഇമാതിരി ഫിഗറൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നപ്പോഴേ നമ്മുടെ ഹാപ്പിയുടെ കയ്യും കാലും ഒക്കെ വിറച്ചു തുടങ്ങി. കാരണം എന്ത് അനൗൺസ് ചെയ്യും? ഇവൻ അനൗൺസ് ചെയ്താലേ മറ്റേ ബിജു വർഗീസിന് ഫിഗർ ഇട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും ബിജു വർഗീസ് മേക്കപ്പ് ഒക്കെ ഇട്ടു. ഫസ്റ്റ് വരുന്ന ബിജു മേനോനാണ്. ഇപ്പോൾ ബിജു മേനോൻ എന്ത് പറയണമെന്നറിയില്ല. പക്ഷേ പുള്ളിയുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, വ്യാഴവട്ടക്കാലം. അതെടുത്ത് വെച്ച് അലക്കാമെന്നുള്ള ധാരത്തിൽ അങ്ങനെ ബിജു വർഗീസ് ഫിഗറൊക്കെ ഇട്ട് വരികയാണ്. അപ്പം പുള്ളി മൈക്കെടുത്തിട്ട്: ഒരു വ്യാഴവട്ടക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സംയുക്ത വർമ്മയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന ശ്രീ ബിജു മേനോൻ. നമ്മളൊക്കെ അവിടെ നിന്ന് ചിരിച്ച് നമ്മുടെ അടപ്പളവിൽ പോയി. പിന്നെ അടുത്ത വരുന്ന വീണ്ടും അവനെ ഞെട്ടിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ്. ആളിയൻ വ്യാഴവട്ടക്കാലം കൂടെ കയ്യിലെടുത്ത്: ഒരു വ്യാഴവട്ടക്കാലം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തിളങ്ങി നിന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഒരു ഹിന്ദി മന്ത്രി എന്ന്. മൻമോഹൻ സിംഗ് എന്നുള്ള പേര് അവൻ്റെ തലയിൽ നിൽക്കുന്നില്ല. ആ വർഷം കഴിഞ്ഞു. പിന്നെ കുറച്ചെല്ലാം ഹാപ്പി സജിയെ ഞാൻ കണ്ടില്ല. സജി വേറെ ട്രൂപ്പിലൊക്കെ കളിച്ചു. പിന്നെ അവസരം ഒരു ദിവസം ഞാനും നമ്മുടെ കോട്ടയം സോമരാജേട്ടൻ കൂടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ സജി നമ്മളെ റൂമിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു: സോമരാജേട്ട എന്തുണ്ട്? സജിയോ എന്നാ ഉണ്ട്, സുഖമാണോ? പറഞ്ഞാൽ സുഖമാണ് ചേട്ടാ. പിന്നെ ചേട്ടാ എനിക്കിപ്പോൾ പരിപാടിയൊന്നുമില്ല കേട്ടോ, പ്രോഗ്രാംസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം ചേട്ടാ. സത്യം പറഞ്ഞാൽ ചേട്ടൻ കയ്യിൽ 5 പൈസ ഇല്ല. ഈ ശരിക്കും പറഞ്ഞാൽ കുടുംബം കൂടെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. ചേട്ടാ എങ്ങനെയെങ്കിലും എനിക്കൊരു പ്രോഗ്രാം തരണം. സജിയേ എനിക്കിപ്പോൾ പ്രോഗ്രാമൊക്കെ കുറവാണ്, എന്നാലും നോക്കട്ടെ, എന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ പേരൂടെ പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം കിട്ടുന്നത് കിട്ടിക്കോട്ടെ, നീ നിൻ്റെ നമ്പറിങ് തന്നേരെ എന്ന് പറഞ്ഞു. അപ്പോൾ സോമരായട്ടിന് സജി നമ്പർ കൊടുക്കുന്നു, ഹാപ്പി സജി എന്ന് നമ്പർ കൊടുക്കുന്നു. സജി ഇത് തന്നെയല്ലേ
നമ്പരൊക്കെ ശരിയാണ് ചേട്ടാ, പക്ഷേ പോപ്പി സജി അല്ല, ഹാപ്പി സജി എന്നാണ് എൻ്റെ പേര്. ചേട്ടൻ തിരുത്തി എഴുതണം. ഉടനെ സോമരായിട്ടൻ, എടാ ഇത്രയേറെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞ നിന്നെ ഞാൻ എങ്ങനെയാടാ ഹാപ്പി എന്നും പറഞ്ഞ് ഞാൻ ഇരുന്ന് സേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാനിന്ന് രാവിലെ സോമരായിട്ടൻ വിളിച്ചായിരുന്നു. സോമരായിട്ടൻ വിളിച്ച്, സോമരായിട്ട ചേട്ടൻ്റെ കഥയാണ് ഞാൻ ഇന്നോട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഇനിയും സോമരായിട്ട കുറേ കഥകളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അതുവരെ ഞാൻ ഇവിടെ നിർത്തുന്നു. തൽക്കാലം നന്ദി, നമസ്കാരം. വിജേട്ടാ, ഹായ്. ചേട്ടന്റെ ഒരു ഹാപ്പി കോമഡി ആയിരുന്നു. ഞാൻ കുറെ ചിരിച്ചു കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. ചേട്ടാ, ഞാൻ വളരെ എൻജോയ് ചെയ്തു. താങ്ക് യു. സോമരായേട്ടൻ ഈ മണ്ടൂസ് ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ. മണ്ടൂസ് എന്നൊക്കെ പറയുന്ന മാസിക സോമരായേട്ടനാണ് ഈ ഓരോ മണ്ടത്തരങ്ങളും എഴുതി ഉണ്ടാക്കിയ ആൾ. ഒരുപാട് ലക്കങ്ങൾ എഴുതിയിട്ടുള്ളത് സോമരായേട്ടനാണ് ഇതിനകത്ത്. മാത്രമല്ല സോമരായേട്ടന് മോളുടെ കല്യാണം വന്നപ്പോൾ കോട്ടയം നസീർഖാനെ വിളിക്കണം. നല്ല പരിപാടികളുള്ള സീസൺ. അപ്പോൾ വല്ല പരിപാടിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സോമരായേട്ടൻ കോട്ടയം നസീർഖാനെ വിളിച്ചു, നസീറേ ഇവിടെ നമ്മുടെ വലിയ പള്ളിയുണ്ടല്ലോ കോട്ടയത്തെ, അവിടെ കഴിഞ്ഞ വർഷം റീമി ടോമിയുടെ ഒക്കെ പരിപാടിയൊക്കെ ആയിരുന്നേ. ഈ 26-ാം തീയതി കോട്ടയം നസീറിന് ഒഴിവുണ്ടോ? അപ്പം നസീർക്ക് ഒഴിവാണല്ലോ സോമരാജെ. എന്നാ എൻ്റെ മോളുടെ കല്യാണം വരണോന്ന് നസീർക്കപ്പെട്ട്. അല്ലെ നസീർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് വെറുതെ ഒരു പള്ളിയും പെരുന്നാളും പറഞ്ഞിട്ട് ഡയറക്റ്റ് കൊടുത്തു. സോമരാജനെ ഞാൻ ഇതിൽ നമ്മളുടെ ആദരിക്കുന്ന സെക്ഷന് വേണ്ടിയിട്ട് എക്സലൻസ് അവാർഡിന് വേണ്ടി വിളിച്ചു. സോമരാട്ട ഇങ്ങനൊരു പരിപാടി ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞു, ഞാനേ ഇപ്പൊ വേറൊരു ചാനലിൽ ഗ്രൂമറായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ വന്ന് ആദരവ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ സ്റ്റാൻഡിങ് അപ്പ് ഇല്ലാതായി പോകും. അതുകൊണ്ട് നിന്റെ സ്റ്റാൻഡപ്പിന് വരാൻ പറ്റിയാലും എല്ലാ കാര്യവും വളരെ നർമ്മരസത്തോടെ കാണുന്ന ഒരാളാണ് സോമരായേട്ടൻ. ഗംഭീരമായി കേട്ടാ ബിജു. സൂപ്പർ കേട്ടോ, സൂപ്പർ. താങ്ക് യു. അപ്പൊ ഇനിയും വരണം, തീർച്ചയായിട്ടും ഞങ്ങളെ ഇനിയും ഹാപ്പി ആക്കാൻ. തീർച്ചയായും. താങ്ക് യു. ഫൺസ് അപ്പോൺ എ ടൈം വേഷൻ 2 ഇന്ന് എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. അതിനായി എത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റ് സിനിമാ രംഗത്തും മിമിക്രി രംഗത്തും ഹാസ്യരംഗത്തും സജീവമായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം കലാഭവൻ ജോഷി. ലെറ്റ്സ് വെൽക്കം കലാഭവൻ ജോഷി. ഹലോ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് ചേട്ടാ വിശേഷം? നല്ല വിശേഷങ്ങൾ. സ്റ്റെഫീനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു പരസ്യ ചിത്രം ചെയ്തിട്ടുണ്ട്. പോയതാണ്. അപ്പോഴാണ് വീണ്ടും ഞാൻ സ്റ്റെഫീനെ. കാര്യം ഇത്രയൊക്കെയാണെങ്കിൽ ഇവിടെ പലവരും വരും. ഇന്നത്തെ എപ്പിസോഡിൽ ഫിറോസ് വന്നിരുന്നു ചോദിച്ചാൽ. അപ്പൊ ഫിറോസ് പറഞ്ഞു ഫിറോസും ഞാനും സ്റ്റെഫിയുമായിട്ട് ഒന്നിച്ച് ഷോ ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പരസ്യം ചെയ്തിട്ടുണ്ട്. കാണുക സ്റ്റെഫി കുറെ, പിന്നെ സ്റ്റെഫി ഭയങ്കരമായ ആള്. കോഴിക്കോട് ആരൊക്കെയോ വരുന്നവരെല്ലാം പറയുന്നുണ്ട്. അല്ല, വരുന്നവര് മുഴുവൻ സ്റ്റെഫി അറിയും, പക്ഷെ സ്റ്റെഫി ആരും അറിയുന്നില്ല. സ്റ്റെഫി ആരറിയാം? അത് തന്നെ നമ്മുടെ ദീപാവലിയുടെ ഫസ്റ്റ് എപ്പിസോഡില് കോഴിക്കോട് നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആര് പണ്ട് തള്ളി മറിച്ചിട്ടു, അത് സ്റ്റെഫിയാണ്. ഇത് എന്തായാലും സ്റ്റെഫി വരുന്നവർക്ക് പൈസ കൊടുത്ത് പ്രൊമോഷൻ വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ. ആയിക്കോട്ടെ, ഏതായാലും ജോഷി ചേട്ടാ വളരെയധികം സന്തോഷം ഈ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വന്നതിൽ. അത് മാത്രമല്ല, കുറെ നാളുകൾക്ക് ശേഷം അത് ഒരുമിച്ച് നിന്നിരുന്ന കുറച്ച് ആൾക്കാർ, സലീം ചേട്ടൻ, പിഷാരടി, അതായത് ഒരുമിച്ച് വന്ന സലീമാന്റെ ട്രൂപ്പിലൂടെ 2 വർഷം അല്ലേ? 2 വർഷം നമ്മൾ 2 വർഷം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതെ, ജോഷി ചേട്ടൻ എൻ്റെ ജീവിതത്തിൽ നിർണായകമായി ഒരുപാട് പങ്കുവച്ചിട്ടുള്ള ആളാണ്. ജോഷി ചേട്ടൻ്റെ കല്യാണത്തിന് എല്ലാ മിമിക്രിക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ആ കല്യാണ തലേന്ന് രാത്രി ആണ് ഞാൻ മിമിക്രി, ആ കല്യാണ വീട്ടിൽ മിമിക്രി. അപ്പം ഞാൻ ഈ വെള്ളൂർ കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ഇങ്ങനെ ഒരു ട്രൂപ്പിൽ, സലീമേൻ്റെ ട്രൂപ്പിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എന്നെ മറ്റുള്ള മിമിക്രിക്കാർക്കൊന്നും അത്ര അറിയില്ല. ജോഷി ചേട്ടൻ്റെ കല്യാണ തലേന്ന് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ 1 man ഷോ കാണിച്ചപ്പോഴാണ് ഒരു വലിയ കെട്ട് മിമിക്രിക്കാർ ഇങ്ങനെ ഒരുത്തരുണ്ടെന്നറിഞ്ഞതും എന്നെ വിളി തുടങ്ങിയതും എല്ലാം. അതൊരു വലിയ ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ്. 2003 അതെ. പിന്നീട് സലീമേൻ്റെ ട്രൂപ്പിൽ നിന്ന് ഒരിക്കൽ പോയ ശേഷം നമ്മൾ ഒരിക്കൽ രണ്ടാമത് ആ ട്രൂപ്പിലേക്ക് പോകാൻ കാരണമായിട്ടൊരു വിളി വരുമ്പം സൗണ്ട് ഓപ്പറേറ്റർ പെരുമ്പാവൂർ സലീമുക്ക ഒരു ഫോണിൽ വിളിക്കുന്ന സമയത്ത് അന്ന് മൊബൈൽ ജോഷിച്ചേട്ടൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ജോഷിച്ചേട്ടൻ്റെ മൊബൈലിൽ വിളിച്ചിട്ടാണ് രണ്ടാമത് എനിക്ക് പോകാൻ ഒരു വിളി വരുന്നത്. ജോഷിച്ചേട്ടൻ്റെ മൊബൈലിൽ അത് സാജൻ ചേട്ടൻ്റെ കോമഡി ഷോയ്ക്ക് പോകാനായിട്ട് ഞാനാണ് ഒരു എൻട്രി പിഷാരടിനെ വിളിച്ചു കൊടുക്കുന്നത്, എൻ്റെ പേര് പറയുന്നത്. അങ്ങനെ 2-3 ജീവിത വഴിത്തിരിവുകളിൽ വ്യക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ആളാണ് ജോഷി ചേട്ടൻ എന്ന് പറയുന്നത്. സലീമണ്ണമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീമട്ടം വിളിക്കുകയാണ്. ഇവിടെ ഒരു 2 വർഷം മുമ്പ് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു ട്രൂപ്പാണ്.
സ്റ്റാലിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മനോഹരമായൊരു ട്രൂപ്പ്. അപ്പോൾ സലീമേട്ടൻ വിളിച്ച് പറയുന്നു, ഈ സീസണിൽ നീ ഒന്ന് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ വർഷം ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു 85 കളിയോളം കളിച്ചിട്ടുണ്ട്. അതിൽ 60 ഷോയും പിടിച്ചത് ഞാൻ തന്നെയാണ്. അല്ലേ സലീമേട്ട? ജോഷി ചേട്ടൻ്റെ ട്രൂപ്പിലുണ്ടെങ്കിൽ അത് മാത്രമല്ലായിരുന്നു, ജോഷിനെ പോലെ ഇത്ര പങ്ക്ച്വലായിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ജോഷി ഒരു 2 മണിക്ക് വണ്ടി വിടുമെന്ന് വെച്ചാൽ ജോഷി അത് കറക്റ്റ് 2 മണിക്ക് മുൻപായിട്ട് അവിടെ എത്തിച്ചേരും. അത് ഇത്ര പങ്ക്ച്വാലിറ്റി, ആ കൃത്യനിഷ്ഠത പാലിക്കുന്നൊരു കലാകാരൻ. മാത്രമല്ല ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം, മാവേലി മുമ്പത്ത് തുടങ്ങിയ ഓഡിയോ കാസറ്റുകളിൽ 2 കാസറ്റിലും ഇന്നസെന്റിന്റെ ശബ്ദം കൊടുക്കുന്നത് ജോഷി ചേട്ടനാണ്. എത്രയോ വർഷം. ഈ ജോഷിനെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ്ക എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ദിവസം ഹനീഫ്ക ഏതോ കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ട് വന്നു. അപ്പം ഞാൻ ഹനീഫിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കാസറ്റ് റെക്കോർഡിങ്? എടാ ഒന്നും പറയണ്ടാ, കൊച്ചിൻ ഹനീഫയുടെ സൗണ്ട് പഠിപ്പിക്കുകയായിരുന്നു എന്നെ. അപ്പം ആര്? ജോഷിയാണ്. അവസാനം ജോഷി ചെയ്യണമാതിരി ചെയ്യാൻ പറഞ്ഞു. ഒരു കഥാപ്രസംഗം. തീർച്ചയായിട്ടും കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന ഒരു കാസറ്റ്. കഥാപ്രസംഗത്തില് ജോഷി പറഞ്ഞു കൊടുത്ത കേട്ടിട്ടാണ് ഹനീഫ്ക സൗണ്ട് ചെയ്യണത്. എങ്ങനെ? ആസാനെ. അതായത് കാസറ്റ് ചെയ്യുമ്പോ അത് മാത്രമല്ല, നമ്മളുടെ എനിക്ക് തോന്നുന്നു പുട്ടുകച്ചവടമാണെന്ന് തോന്നുന്നു. ഒരു കൊല്ലം നല്ല സിനിമ ഇറങ്ങുന്നവരാണല്ലോ, നല്ല കാശൊക്കെ ആയപ്പോൾ പുട്ടുകച്ചവടം ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. അന്ന് വലിയ വാർത്തയാണ്. ഇന്നസെന്റ് ആയിട്ട് അത്തവണ കാസറ്റിൽ മാവേലിയായിട്ട് ഒറിജിനൽ സാക്ഷാൽ ഇന്നസെന്റ് ഏട്ടൻ വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ തവണയാണ് ആൾക്കാർ പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം അത്രയും നാളെ ജോഷി ചേട്ടന്റെ ശബ്ദം കേട്ടിരുന്നിട്ട് ഒറിജിനൽ ആളുടെ ഇത്തവണത്തെ ഇന്നസെന്റ് അത്ര പോരാ. ഏതാ ഒറിജിനൽ? സലീമേട്ടൻ ഒരു 4-5 സിനിമകൾ എടുത്തിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ തന്നിട്ടുള്ള ഒരു നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ല, ഒരിക്കൽ പരിചയപ്പെട്ട ജോഷി ചേട്ടനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കൊള്ളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ട് കൊള്ളിക്കുന്ന ഒരാളുണ്ട് ജോഷി ചേട്ടൻ. പിന്നെ ജോഷി ചേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ്റെ ഹനീഫിക്കയുടെ ശബ്ദം നന്നായിട്ട് അനുകരിക്കില്ല. ആ സമയത്ത് ഞങ്ങൾ ഈ ട്രൂപ്പിന്റെ ഷോ കഴിഞ്ഞിട്ട് സ്പീക്കറൊക്കെ വലിച്ച് മേളിൽ കയറ്റും, അല്ലെങ്കിൽ ഇതുണ്ട്. നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ 2 സമയത്ത് ജോഷി ചേട്ടൻ്റെ ശബ്ദത്തിൽ 2ഉം വരും. അതായത് നമ്മൾ സ്പീക്കറൊക്കെ ഇറക്കി സൗണ്ട് കെട്ടി ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ജോഷി ചേട്ടൻ വന്നിട്ട് ഷാഡി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നാലും കൊടുക്കാരനാണല്ലോ, ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന പോലെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂപ്പിന്റെ വണ്ടി കയറി ജോഷി ചേട്ടാ സ്പീക്കറിങ് എടുത്ത് തന്നു. ഈ സ്പീക്കർ എടുത്തോ പിടിച്ച് പറഞ്ഞിട്ട് ഹനീഫൊക്കെ ഇത് 2ഉം വരും. ഹനീഫ്ക്കനെ ഇമിറ്റേറ്റ് ചെയ്യണത് ഇഷ്ടമല്ല, പക്ഷെ ജോഷി ഇമിറ്റേറ്റ് ചെയ്യണത് ഇഷ്ടമായിരുന്നു ഹനീഫ്ക്കക്ക്. അത് മാത്രമല്ല സലീംക്ക, എൻ്റെ കല്യാണത്തിന് വന്നിരുന്ന എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ വീട്ടിൽ വന്ന ആദ്യ സിനിമാക്കാരനാണ് സലീമേട്ടൻ. അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൽ എത്തിച്ചേർന്ന ഒരു സിനിമാക്കാരനാണ് ഹനീഫ്ക്ക. നല്ലൊരു ബന്ധമായിരുന്നു. അത് കാരണം ആ സ്നേഹം, കാരണം നമ്മൾ ആളെ അനുകരിക്കുന്നതിൽ ഇഷ്ടം കണ്ടെത്തിയ ഒരാളാണ്. അത് വലിയൊരു സന്തോഷം. ഇന്നസെന്റ് ഏട്ടനും ജോഷി ചേട്ടൻ അനുകരിക്കുന്നത് ഇഷ്ടമാണ്? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പാടി, ഞാൻ അഭിനയിച്ചു. ഇന്നസെന്റ് ഏട്ടൻ നിനക്കിട്ടൊരു പണിയൊന്നാണ്. അതെ, എന്തായാലും നല്ല രസകരമായിട്ട് ഇന്നസെന്റ് ഏട്ടൻ അത് പാടിയിട്ടുണ്ട്. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണു വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു കള്ളും കൂടം വേണം. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണു വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു കള്ളും കൂടം വേണം. കള്ളും കൂടം വേണം. ആടണം പാടണം പാപ്പ, ആലോചിച്ചിടാതെ മാനസ ദുഃഖങ്ങളുള്ളിൽ താഴ്ത്തു വേണം. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണ് വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു കള്ളും കൂടം വേണം. കള്ളും കൂടം വേണമെന്ന് എന്തേ? ചേട്ടാ, ഇന്നസെന്റ് ചേട്ടൻ അനുകരിക്കുന്നതിൽ തന്നെ ഈ കാസറ്റിലുള്ള ശബ്ദവും ഒറിജിനൽ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കേൾപ്പിച്ചുതരാം. ഇന്നസെന്റ് ഏട്ടൻ നമ്മളിപ്പോ കാസറ്റിലൊക്കെ ചെയ്യുമ്പോ ഇതെന്താ ഇവിടെ വെട്ടം വെളിച്ചൊന്നുമില്ല, ആരെവിടെ മുന്നിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവര് ഭയങ്കരന്മാരാ, ഇവന്മാരെ ഞാൻ കൊണ്ട് തോറ്റു. ഇതാണ് മാവേലി. പക്ഷേ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇവിടെ ഇപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു ഷൂട്ട് നടക്കുക. അതിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന സലീം കുമാറും പിന്നെ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന രമേശ് പിഷാരടി.
പിന്നെ ഇത് കാണാനിരിക്കുന്ന നിങ്ങളെ പോലെയുള്ള കുറേ നല്ല ആൾക്കാരും. ഇതൊക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. പിന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ അപ്പുറത്തൊരാളിരിക്കുന്നത് തലേക്കല്ലൻ ഹരിപ്പിന്നായിരുന്നു പറഞ്ഞൊരു ഹനീഫിക്കയുടെ സാധാരണ വർത്താനം അല്ല, കാസറ്റും സാധാരണ. ഇത് കാസറ്റിലെ ഹനീഫിക്ക. ആശാനെ ചതച്ച് നമ്മുടെ പിള്ളേർ നമ്മളെ ചതച്ച് 4ാം ക്ലാസ്സിൽ പിള്ളേരെ നമ്മളെ ചവിട്ടി കുത്തി പെത്തിച്ച് കളഞ്ഞു. സലീമ കുത്തി പലത്തട പത്തിയത് എന്റെ പൊന്ന് കീരിക്കാടൻ ജോസ് ചത്ത്. എന്തല്ലേ അടിപൊളി കേട്ടോ, അടിപൊളി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രൂപ്പിൻ്റെ ഒക്കെ ഫസ്റ്റ് പ്രോഗ്രാം കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹനീഫിക്ക. ഹനീഫിക്കനെ കൊണ്ടുവരാ. ഹനീഫിക്ക ചെറിയ തമാശ കണ്ട ചിരിക്കുന്ന ആളാ. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഷോ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തും. ഷോ തുടങ്ങുന്നതിന് മുമ്പ്, ഉത്സവപ്പറമ്പിലേക്ക് വിടുന്നതിന് മുമ്പ് കണ്ട അഭിപ്രായം പറയാൻ സലീമേട്ടൻ കൊണ്ടുവന്ന് ഹനീഫിക്കനെ. ഭയങ്കര ചിരി ഹനീഫിക്ക. ഇതും കണ്ട് ഞങ്ങൾ അമ്പലപ്പറമ്പിൽ പോയിട്ട് ഷോ പൊളിഞ്ഞു പോയെന്നേ. ഫസ്റ്റ് ഷോ പൊളിഞ്ഞ് സലീമേട്ടൻ വിളിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി, ഈ ഹനീഫിക്ക നിന്റെ ഒക്കെ എന്തൂള കോമഡി കണ്ടാലും ചിരിക്കും, അതൊന്നും കണ്ട് നാട്ടുകാർ ചിരിക്കൂല എന്ന് പറഞ്ഞ് നമ്മളെ ഇനി വിളിക്കൂല എന്ന് പറഞ്ഞ ആളെ വിളിക്കൂല എന്ന് വിചാരിച്ച പുള്ളിനെ. ഏതായാലും അതായത് വളരെ സൗമ്യനാണ്. നമ്മൾ കാണുന്ന പോലെ അറ്റപ്പൊന്ന് അങ്ങനൊന്നുമല്ല. ഇന്നലെ ഒരു പരിപാടിൻ്റെ ആയിരുന്നു ജോഷി. ഇന്നലെ ഞാൻ അവിടേക്ക് പോയിരുന്നപ്പോൾ CI മഹാദേവൻ 5'4" നല്ല പടമാണ്. വളരെ കൂളായിട്ടുള്ള ഒരു സംസാര രീതിയാണ് പുള്ളിയുടെ. സിനിമയിൽ വരുമ്പോഴാണ്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരാണ് എങ്ങനെ എവിടെ ഈ വക സാധനങ്ങളും ഒരുപാട് എടുക്കുന്ന സംഭവങ്ങൾ. അടിപൊളി ചേട്ടാ. തീർച്ചയായിട്ടും സ്റ്റെഫി, വളരെ സന്തോഷം. അങ്ങനെ നമ്മുടെ ജോഷി ചേട്ടന് എക്സലൻസ് അവാർഡ് നൽകുന്നതിനായി സ്നേഹത്തോടെ ഞാൻ പിഷാരടി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കലാഭവൻ ജോഷി, ഞങ്ങളുടെ ജോഷി ചേട്ടൻ 2 വർഷം ഒരു ട്രൂപ്പിലുണ്ടായിരുന്നു. അതിനുശേഷം എത്രയോ പ്രോഗ്രാമുകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. കൃത്യമായി എത്തി വളരെ കൃത്യമായ ഇടപെടലുകൾ ഒരു ഷോയ്ക്ക് വേണ്ടി നടത്തി ഉത്തരവാദിത്വത്തോടെ നമ്മളെ ചിരിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ഒരാളാണ് ജോഷി ചേട്ടൻ. ഒരുപാട് ശബ്ദങ്ങൾ ജോഷി ചേട്ടനെ എനിക്കറിയാം. പക്ഷേ ഇന്നസെൻറ്റിൻ്റെയും കൊച്ചിൻ ഹനീഫയുടെയും ശബ്ദം എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും പെർഫെക്റ്റായത് ഫിൽട്ടർ ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള പ്രതിഭാവിലാസങ്ങളുള്ള നല്ലൊരു അഭിനേതാവ് കൂടിയായ ലോനപ്പൻ്റെ മാമോദ് ചേലും എൻ്റെ സിനിമയിലുമൊക്കെ ഒരുപാട് മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവ് കൂടിയാണ് ജോഷി ചേട്ടൻ. ആദ്യമേ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതയാത്രയിലെ നാഴിക കല്ലുകളിലൊന്നായി മാറിയിട്ടുള്ള വ്യക്തിത്വങ്ങളിലൊന്നുകൂടിയാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് വളരെ നന്ദി. സലീമേട്ടൻ ജോഷി ചേട്ടൻ വരുന്നതിന് മുമ്പ് യാദൃശ്ചികമായിട്ട് ഇവിടെ ഒരു സിമന്റ് ചട്ടിയുടെ കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പോപ്പുലറായ സിമന്റ് ചട്ടി കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കഥ ഇന്ന് ഇവിടെ പറഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു സലീമേട്ടനോട് അതൊരു വലിയ യാദൃശ്ചികതയാണെന്ന്. എനിവേ ജോഷി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ജോഷി ചേട്ടാ. താങ്ക് യു ജോഷി ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ഫൺസ് അപ്പോൺ എ ടൈം വേഷൻ 2 ഇന്നത്തെ ഈ എപ്പിസോഡിൽ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണെന്ന് നോക്കാം. അതിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബിജു ചേട്ടൻ ആൻഡ് ഫിറോസ് ക. ലെറ്റ്സ് വെൽക്കം. ഗംഭീരമായി. രണ്ടുപേരും സുഹൃത്തുക്കളാണ്, എൻ്റെ സഹപ്രവർത്തകരാണ്, വേദികളിൽ പരിചയമുള്ളവരാണ്. ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങുമ്പോൾ അവരും പുതിയ പ്രതിഭകൾക്കൊപ്പം ഈ വേദിയിലെത്തി ഗംഭീരമായ ഒരു മത്സരം എന്ന് പറയാൻ പറ്റില്ല, ഗംഭീരമായ പ്രകടനം രണ്ടുപേരും കാഴ്ചവെച്ചു. എപ്പോഴും പറയുന്നതല്ല, ഇവരുടെ പ്രകടനം വിധിയിരുത്താൻ സലീമേട്ടനോ ഞാനോ ഒന്നും വിധിയിരുത്തി ഇതിലാരാണ് നല്ലതെന്ന് പറയുകയല്ല. എങ്കിലും ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ, കൂടുതലും ബിജു മിമിക്രിയിലുള്ള അനുഭവ കഥകളാണ് പറഞ്ഞത്. ഒരു യാത്രയുടെ അനുഭവ കഥകളെക്കുറിച്ച് ഫിറോസ് പറഞ്ഞു. പല കാര്യങ്ങളിലൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു പാട്ടും തമാശ ഒന്നും അല്ലെങ്കിലും ഒരു പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു എൻ്റർടൈനർ കൂടുതലായി എന്ന് നിന്നത് തോന്നിയത് ഫിറോസാണ് മുന്നിൽ നിൽക്കുന്നത്. ഫിറോസിന് സമ്മാനം. വൺസ് അപ്പോൺ
അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ അതിമനോഹരമായിരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ.